നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ചരക്ക് വരവ് ഉയർന്നു, റബ്ബർ മേഖലയിൽ പ്രതീക്ഷ. ചിങ്ങപ്പിറവി കാർഷിക കേരളം ആഘോഷമാക്കി. ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലെയും ഉൽപ്പാദകർ ഉത്സാഹിച്ചത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ ചരക്ക് വരവ് ഉയർന്നു. ഓണത്തിന് മുന്നോടിയായി കരുതൽ ശേഖരം വിറ്റുമാറാൻ സുഗന്ധവ്യഞ്ജന ഉൽപ്പാദകർക്ക് ഒപ്പം നാളികേര കർഷകരും റബ്ബർ മേഖലയും താൽപ്പര്യം കാണിക്കും. അന്തർ സംസ്ഥാന വ്യാപാരികളും ഉത്തരേന്ത്യൻ വ്യവസായികളും ഈ വാരം പരമാവധി ചരക്ക് സംഭരിക്കാൻ വിപണികളിൽ കച്ചകെട്ടി നിൽക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ മുഖ്യ ഉൽപ്പന്നങ്ങൾ പലതിൻ്റെയും വിളവ് ചുരുങ്ങിയതിനാൽ എത്രയും വേഗത്തിൽ ലഭ്യമാവുന്ന ചരക്ക് വടക്കേ ഇന്ത്യയിൽ എത്തിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ അവർ ട്രാൻസ്പോർട്ടിംഗ് ഏജൻസികളുമായി നടത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായത് റബ്ബർ ടാപ്പിംഗ് രംഗം സജീവമാക്കി. പുതിയ സാഹചര്യത്തിൽ മുന്നിലുള്ള ദിവസങ്ങളിൽ റബ്ബർ ഉൽപ്പാദന മേഖലയിൽ ഉണർവ് പ്രതീക്ഷിക്കാം. മാസാന്ത്യത്തോടെ ഷീറ്റ് ലഭ്യത പതിവിലും ഉയരുമെന്ന നിഗമനത്തിലാണ് വ്യവസായികൾ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 273 രൂപയിലും 5ാം ഗ്രേഡ് 269 രൂപയിലും വ്യാപാരം നടന്നു. അവധി ദിനങ്ങൾക്ക് ശേഷം വ്യാപാരം പുനരാരംഭിച്ച ബാങ്കോക്കിൽ ഷീറ്റ് 265 രൂപയാണ്. ജപ്പാനിൽ റബ്ബർ കിലോ 420 യെന്നിൽ നിന്നും 426 ഉയർന്നു. പൊന്നിൻ ചിങ്ങത്തിലെ ആദ്യ ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ കൈമാറി. കയറ്റുമതി മേഖലയിൽ നിന്നുള്ള വാങ്ങലുകാർ ചരക്ക് സംഭരണത്തിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ചു. മൊത്തം 48,023 കിലോ ഏലക്ക വിൽപ്പനയ്ക്കിറക്കിയതിൽ 45,271 കിലോയും വിറ്റഴിഞ്ഞു. കയറ്റുമതിക്കാർക്ക് പുറമെ ആഭ്യന്തര വ്യാപാരികളും ലേലത്തിൽ സജീവമായിരുന്നു. ശരാശരി ഇനങ്ങൾ കിലോ 3,161 രൂപയിലും മികച്ച ഇനങ്ങൾ 4,056 രൂപയിലുമാണ്.